ജീസസ് ദ CEO എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മോടൊപ്പമായിരിക്കുക മിൽമയുടെ മലബാർ മിൽക്ക് യൂണിയൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ KT തോമസ് സർ. ഞാൻ ഗുജറാത്ത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡയറി ടെക്നോളജിയിലാണ് എൻ്റെ ബിരുദം. ആ വർഷത്തെ 1980 ബാച്ചിലെ സെക്കൻഡ് റാങ്കോടുകൂടിയാണ് ഞാൻ ഡയറി ടെക്നോളജി എടുത്തത്. ഈ അമൂൽ സംവിധാനത്തിൻ്റെ വിവിധ പ്ലാന്റുകളിലും ഗ്രാമങ്ങളിലുമെല്ലാം ട്രെയിനിങ് എടുത്ത ശേഷമാണ് നമ്മൾ കേരളത്തിലേക്ക് പോസ്റ്റ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്ഥാപനമില്ല. അങ്ങനെ 1980 ഞങ്ങൾ തുടങ്ങിയ സ്ഥാപനമാണ് ഇന്നത്തെ മിൽമ. നമ്മൾ മത്സരിക്കുന്നത് മൾട്ടിനാഷണൽസും അല്ലെങ്കിൽ നമ്മുടെ ക്ഷീരവിപണി കൈയടക്കാൻ സ്വകാര്യ ലാഭത്തോടുകൂടി താല്പര്യമെടുക്കുന്ന പല ഫോഴ്സസിനെ നമ്മൾ മാറ്റി നിർത്തുകയും ഈ വലിയ സമ്പത്തിൻ്റെ സ്രോതസ്സിനെ നമ്മുടെ കൃഷിക്കാർക്ക് അനുരൂപമാക്കി വഴിതിരിച്ചു വിടുകയും ചെയ്യാമെന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ വെരി കോംപ്ലിക്കേറ്റഡ് ഗെയിം, കോംപ്ലക്സ് ഗെയിം, ടഫ് പ്രോസസ്സാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ കോമ്പറ്റീറ്റീവായിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ഹ്യൂമൻ കൺസിഡറേഷൻ പലപ്പോഴും മാനേജ്മെൻറ്റിൽ ഇല്ല, വളരെ കുറവാണ്. ഈ ഒരു ഫോർമേഷൻ തീർച്ചയായിട്ടും കുട്ടിക്കാലത്തെ ഒത്തിരി സ്നേഹത്തിൽ നിന്നാണ് കിട്ടിയിട്ടുണ്ടാവുക എന്ന് ഞാൻ വിശ്വസിക്കാം. സാറിൻ്റെ കുട്ടിക്കാലത്തെ ഫോർമേഷനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാമോ? എൻ്റെ ഫാമിലി ഞങ്ങൾ ബേസിക്കലി കുട്ടനാടിനടുത്ത് ചങ്ങനാശ്ശേരിയോട് ചേർന്നിട്ടുള്ള ഒരു ഗ്രാമമാണെന്ന് പറഞ്ഞു. എൻ്റെ ഫാദർ ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മരിച്ചുപോയി. അതുകൊണ്ട് ഫാദറിനെ കുറിച്ച് എനിക്ക് വളരെ അവ്യക്തമായ ഓർമ്മകളേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം അറിയാം, ഫാദറിൻ്റെ വളരെ യങ് ഏജിലാണ് അദ്ദേഹം മരിച്ചത്. അതിനുശേഷം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നെടുനായകത്വം എന്ന് പറയുന്നത് അമ്മയുടെ കയ്യിലായിരുന്നു. അപ്പോൾ ഫാദർ മരിക്കുന്നതിന് മുമ്പ് ഒത്തിരി കാലം രോഗഗ്രസ്തനായിട്ട്, അദ്ദേഹം ഒരു കച്ചവടക്കാരനായിരുന്നു, ഒത്തിരി കാലം അസുഖമായിട്ടൊക്കെ കിടന്നിട്ടാണ് മരിച്ചത്. അപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു PDA കച്ചവടമൊക്കെ ഉണ്ട്. അന്നത്തെ അമ്മയായിരുന്നു അതൊക്കെ പിന്നെ നോക്കി നടത്തി ഇത്രയും മക്കളെ വളർത്തിയെടുത്ത്. എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 7 ബ്രദേഴ്സും ഒരു സിസ്റ്ററും, ഞാനടക്കം 7 ബ്രദേഴ്സ്. അപ്പോൾ അങ്ങനെ ഒക്കെയുള്ള ഒരു എല്ലാവരെയും വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുന്നതിൽ അമ്മയ്ക്ക് വലിയ നിർബന്ധമാണ്. വാസ്തവത്തിൽ വളരെ പരിമിതമായ ഇത്തരത്തിലുള്ളൊരു സാമ്പത്തിക സാഹചര്യത്തിൽ എൻ്റെ എൽഡർ ബ്രദർ വാസ്തവത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്കോളർഷിപ്പ് നേടി ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം പഠിച്ചത്. അപ്പം അങ്ങനെ ഒരു തലത്തിലേക്ക് അദ്ദേഹം പോയതുകൊണ്ടാണ് അദ്ദേഹം തിരിച്ചു വരികയും നിർമ്മലഗിരി കോളേജിലെ ഒരു പ്രൊഫസറായി മാറുകയും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടാണ് പിന്നീട് ഞങ്ങളെ എല്ലാവരെയും ആ ബ്രദർ ഫാദറിൻ്റെ മരണശേഷം കൊണ്ടുവരികയും ഓരോരുത്തരായിട്ട് വിവിധ മേഖലകൾ. അന്നാലോചിക്കുക, ഞാൻ ഡയറി ടെക്നോളജിക്ക് പോകുന്നത് 1976 അന്ന് ഇങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ച് പോലും ആളുകൾക്ക് അറിയില്ല. അപ്പോൾ എത്രത്തോളം ദീർഘവീക്ഷണത്തോടുകൂടിയാണ് എൻ്റെ ബ്രദേഴ്സും എൻ്റെ മദറും ഒക്കെ അന്ന് വിദ്യാഭ്യാസ കാര്യത്തിൽ ഊന്നൽ നൽകിയിരുന്നത് എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. അപ്പോൾ ഫാമിലിയിൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു പൈതൃകമായ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട്, മനുഷ്യൻ്റെ ജീവിതാവസ്ഥകളെ പരിപുഷ്ടിപ്പെടുത്തും. ഇപ്പോൾ ഞാൻ പറഞ്ഞു, സാധാരണക്കാരനെ സഹായിക്കുന്ന രീതിയിൽ എനിക്ക് പ്രവർത്തിക്കുന്നത് ബിക്കോസ് ഓഫ് മൈ എക്സ്പെർട്ടൈസ് ഇൻ ഡയറി ലൈൻ, മൈ മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, ഇതൊക്കെയാണ് അൾട്ടിമേറ്റ്ലി. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കാര്യം. രണ്ടാമത് ഈ കൃത്യമായി പള്ളിയിൽ പോവുക, അല്ലെങ്കിൽ പള്ളിയുടെ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുക എന്നൊക്കെയുള്ളത് തീർച്ചയായിട്ടും നമ്മൾക്ക് തുടക്കത്തിൽ ഇത്തരത്തിലുള്ള ഒരു പുഷ് കിട്ടുന്നതൊക്കെ കുടുംബങ്ങളിൽ നിന്നാണ്. അതുപോലെ തന്നെ ഈ വാസ്തവത്തിലെ ചെറിയ കുട്ടിയൊക്കെ ഈ ഞാൻ പറഞ്ഞല്ലോ ഓസ്തി മേടിക്കാൻ പോയ കാര്യമൊക്കെ ഈ ശനിയാഴ്ചകളിൽ അവധി ദിവസം കളിച്ച് നടക്കാനാണ് പിള്ളേർക്കൊക്കെ താല്പര്യം, മനസ്സിലായോ? അപ്പോൾ നിശ്ചിത സമയത്ത് വലിയ പള്ളിയിൽ പോയില്ലെങ്കിൽ അവിടുത്തെ കപ്പിയാർ ഇതൊക്കെ പൂട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വീഞ്ഞും ഓസ്തിയൊന്നും കിട്ടില്ല. അപ്പോൾ അവധി ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ അമ്മയാണ് വടിയും കൊണ്ട് തന്നെ അടിച്ചു ഓടിച്ചൊക്കെ ഉണ്ട്, പോടാ പള്ളിയിൽ പോയി മേടിച്ചുകൊണ്ട് പോകാന്ന് പറഞ്ഞിട്ട്. കാരണം നമുക്ക് കുട്ടികളെന്ന നിലയ്ക്ക് അതിൻ്റെ ഗൗരവം അറിയില്ല. ശരിക്കും ഓസ്തിയും വീഞ്ഞും വന്നില്ലേ പിറ്റേ ദിവസം കുർബാന മുടങ്ങും. അച്ഛൻ വരുന്നത് അച്ഛൻ്റേതായ തലത്ത് വരികയാണ്, അച്ഛൻ ഓസ്തിയും വീഞ്ഞുമായിട്ടൊന്നും അല്ലല്ലോ വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല അനുഭവങ്ങളും. അതുപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം, ഈ കഷ്ടപ്പാട്, ഈ എത്രമേൽ അധ്വാനിച്ചിട്ടും എങ്ങും കരപറ്റാത്തൊരു സാഹചര്യം, സാമ്പത്തികമായിട്ടുള്ള അത്തരത്തിലുള്ള ഒരു സ്ഥിതി പല കുടുംബങ്ങളിലും ഉണ്ടാകുന്ന കാര്യം, അവരുടെ ഔട്ട്പുട്ടിന് വലിയൊരു വില കാണുന്നില്ല ലോകം. വാസ്തവത്തിൽ നിന്ന് ആലോചിക്കുക, ഒരു സാധാരണ കർഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ 8 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്താലും ആരും ഓവർ ടൈം കൊടുക്കാനില്ല, ഇല്ല, ശരിയല്ല. അവന് അവധി ദിവസങ്ങളില്ല, അവന് ലീവ് ട്രാവൽ കൺസെഷൻ ഇല്ല, ഓരോ 4 വർഷവും കൂടിയിരിക്കുന്ന ശമ്പള പരിഷ്കരണങ്ങളില്ല, ഓരോ 6 മാസവും DA വർധനവ് കൊടുക്കുന്നില്ല.
ഇതെല്ലാം അപ്പോൾ അവരുടെ എന്തുകൊണ്ടാണ് സമൂഹത്തിൽ ഒരു കർഷകൻ ചെയ്യുന്ന ജോലിക്ക് ഒരു വലിയൊരു മാനം കൽപ്പിക്കുന്നില്ല. നമ്മളൊരു പ്യൂൺ ജോലിക്ക് പോലും ഇന്ന് ആളുകൾ നെട്ടോട്ടം ഓടുകയാണ്. എനിക്കൊരു പ്യൂൺ ജോലി കിട്ടണമെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കാൻ ആളുകൾ തയ്യാറാകുന്നത് എന്താണ്? സാമൂഹ്യ തലത്തിൽ നമ്മളെ പാലൂട്ടുന്ന നമുക്ക് ഭക്ഷണം തരുന്ന കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ സ്റ്റാറ്റസ് വളരെ വളരെ ലോ ആണ്. അതെന്തുകൊണ്ടാണ്? ബോധപൂർവം അവൻ്റെ അധ്വാനത്തെ ഒരു ലോ പ്രൊഫൈൽ ജോബായിട്ടും മറ്റ് സാങ്കേതിക വൈറ്റ് കോളർ ജോബ്, ബ്ലൂ കോളർ ജോബ്സിന് അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ജോബ്സിന് ഒരു പ്രീമിയം നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയൊക്കെ വന്നു ഭവിച്ചു. സോഷ്യൽ സ്റ്റിഗ്മ. അതെ, അങ്ങനെ ഒരു സ്റ്റിഗ്മ മാറണമെങ്കിൽ അവനെ എംപവർ ചെയ്യണം. മനസ്സിലായി? ഇപ്പോൾ ഒരാൾ കൃഷി ചെയ്ത് കൊണ്ടുവന്ന ഒരു സാധനത്തിന് വില നിശ്ചയിക്കുന്ന മറ്റാരെങ്കിലുമാണ്. ഈ വില നിശ്ചയിക്കുന്നത് അങ്ങാടിയിലിരിക്കുന്ന ആളാണ്. ഒരുപക്ഷെ കഷ്ടപ്പെട്ട് വരുന്ന ഒരു സാധനം ഒരു ലോഡിങ് അൺലോഡിങ് ആൾക്കാരോട് പോലും കെഞ്ചേണ്ട സ്ഥിതി ഒരു കൃഷിക്കാരന് വരുന്ന ഒരു സിറ്റുവേഷനുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഇവർ സ്കാറ്റേഡാണ്. ഇവർക്ക് മാർക്കറ്റ് ചലനങ്ങളെക്കുറിച്ചോ ഡിമാൻഡ് പ്രോസസ്സുകളെക്കുറിച്ചോ മാർക്കറ്റ് ഇൻഫർമേഷനെക്കുറിച്ചോ ഒന്നും അറിയില്ലാതെ അവർ എവിടെയോ കിടന്നിട്ട് തങ്ങളുടെ അധ്വാനശേഷി കൊടുത്തുകൊണ്ടിരിക്കുക. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ആനുവൽ പ്ലാനിങ് ഇപ്പോൾ ഞങ്ങൾ അടുത്ത ഡിസംബർ ആകുമ്പോൾ തുടങ്ങും. എത്ര പാല് വരും, എത്ര കപ്പാസിറ്റി വേണം. 2018 വരെയുള്ള ലോങ് ടൈം പ്ലാൻ ഇപ്പോൾ എൻ്റെ കയ്യിൽ റെഡിയാണ്. ഞങ്ങൾക്ക് പ്രോസസ്സിംഗ് ഞങ്ങളിപ്പോൾ 2 പുതിയ പ്ലാന്റുകൾ കൺസ്ട്രക്ട് ചെയ്യണം. ഒന്ന് ശ്രീകണ്ഠാപുരത്തും ഒന്ന് മലപ്പുറം ജില്ലയിൽ മൂർക്കനാട് എന്ന സ്ഥലത്തും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ, കാരണം നമ്മൾ കൃഷിക്കാരെ ഇങ്ങനെ സഹായിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ അവർക്ക് ഇപ്പോഴും കൃഷിക്കാർ തൃപ്തരൊന്നുമല്ല. കാരണം പാലിന് ഇപ്പോഴും അവരുടെ അധ്വാനത്തിനനുസരിച്ച് വില നമുക്ക് നേടിക്കൊടുക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ എന്ത് ചെയ്യുന്നു? മാർക്കറ്റ് സിറ്റുവേഷൻ അതുപോലെയാണ്. നമ്മളെക്കാട്ടി ചീപ്പർ മിൽക്ക് നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കുന്നതും നമ്മൾ വണ്ടമാനം വില കൂട്ടിക്കഴിഞ്ഞാൽ പാൽ ഇങ്ങോട്ട് വരും. അപ്പം അവരെ പ്രതിരോധിക്കുന്നത് ഞങ്ങൾ ഒരു സ്ട്രോങ് ബ്രാൻഡ് നെയിമും നെറ്റ്വർക്കും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ സർവൈവ് ചെയ്യുന്നത്. പക്ഷേ ഈ ഇക്വിലിബ്രിയം തെറ്റിക്കഴിഞ്ഞാൽ അപ്പം തന്നെ മാർക്കറ്റിൽ നെഗറ്റീവ് അടി വരും. അപ്പം വളരെ കരുതലോടെ മാത്രമേ ഇവരെ നമുക്ക് മാർക്കറ്റിൽ, അതുകൊണ്ട് തന്നെ ഇവർക്ക് കൊടുക്കുന്ന വില ഇപ്പോഴും ഒരു തൃപ്തികരമാണെന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അതിനൊരു വിലയുണ്ട്. ഇത്ര വിലയ്ക്ക് എൻ്റെ പാലെടുക്കുമെന്ന് നമുക്ക് ഗ്യാരണ്ടീഡായിട്ട് കൃഷിക്കാരനോട് പറയാം. 2 എത്ര ഉണ്ടാക്കിയാലും എടുക്കുമെന്നും പറയാം. കൃഷിക്കാരെ ഞങ്ങൾ കാണുന്നത് വെറും പാല് തരുന്നവരൊന്നും ഉള്ളവരല്ല. അവൻ്റെ കുഞ്ഞുങ്ങളെ പഠിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവർക്ക് സ്കോളർഷിപ്പുകൾ ഇപ്പോൾ 65 ലക്ഷം രൂപയുടെ ഈ വർഷം 70 ലക്ഷം ക്രോസ് ചെയ്യും സ്കോളർഷിപ്പ് മാത്രം. അല്ലെങ്കിൽ അവൻ പശുവിന് എന്ത് തിന്നാൻ കൊടുക്കും, അതിൻ്റെ ഫീഡ് ഫോഡർ മേഖലകളിൽ ഞങ്ങളിപ്പോൾ ഇൻ്റർവെൻഷൻ നടത്തുകയാണ്. കാലിത്തീറ്റയ്ക്ക് സബ്സിഡി കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു കേവലം കൃഷിക്കാരനെ ഒരു റോ മെറ്റീരിയൽ സപ്ലയർ എന്നതിലുപരി അവനെ ഒരു ജീവിക്കുന്ന അവൻ്റെ പ്രശ്നങ്ങളോടുകൂടിയ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് കാണുമ്പോൾ പല കാര്യങ്ങളിലും അഡ്രസ്സ് ചെയ്യുന്ന ഒരു സംവിധാനമായിട്ട് നമ്മൾ ഇതിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സാറേ, ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഏതാണ്ട് 1.5 ലക്ഷം കർഷകർ, അവരെ മുഴുവൻ ഗവേൺ ചെയ്യാനുള്ള വർക്ക് ഫോഴ്സ്, ഡിഫറെൻറ്റ് ഫാക്ടറീസ്, സെറ്റപ്സ്, ഇറ്റ്സ് എ ഹ്യൂജ് ടാസ്ക്. നമുക്ക് ബുദ്ധി കൊണ്ട് അസസ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്ത് തീർച്ചയായിട്ടും സാറിന് ഒരുപാട് സ്ട്രഗിൾസും ഇതിനകത്ത് ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഈ സ്ട്രഗിൾസൊക്കെ സാറ് എങ്ങനെയാണ് ഫേസ് ചെയ്തിരിക്കുന്നത്? കാരണം കാണുന്ന പല പ്രേക്ഷകരും പല രീതിയിലുള്ള സ്ട്രഗിൾസിലൂടെ കടന്നു വരും. ഇത്രയും തിരക്കുള്ളൊരു, ഇത്രയും ടൈറ്റ് ഷെഡ്യൂൾസ് ഉള്ള ഒരാൾ എങ്ങനെയാണ് ഈ ഒരു സ്ട്രഗിളിനെ ഫേസ് ചെയ്തതെന്ന് അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ടായിരിക്കും. ഏറ്റവും പ്രധാനം നമുക്കൊരു പ്രത്യാശയോടെ കാര്യങ്ങളെ കാണുക, പ്രത്യാശയോടെ കൂടി ഇരിക്കുക എന്നുള്ളതാണ്. ഒരു ക്രിസ്ത്യൻ എന്ന നിലയ്ക്ക് എനിക്ക് കാണുന്ന ഏറ്റവും വലിയ എൻ്റെ ഒരു സ്ട്രെങ്ത്, കാര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് കുഴപ്പമായി എല്ലാം തകിടം മറിഞ്ഞെന്ന് ഉള്ള ഒരു നിരാശാബോധത്തിലേക്ക്, പ്രത്യേകിച്ച് ഒരു ലീഡർ, ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ആ തലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് താഴേക്ക് എല്ലാം സ്പ്രെഡാവും. അപ്പോൾ നമ്മളെപ്പോഴും ഫോർ ഫ്രണ്ടിൽ ഒരു ശക്തനായിട്ടും അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടുകൂടി നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് നമുക്ക് കൃത്രിമമായിട്ട് കിട്ടില്ല. ഇത് നമുക്ക് ത്രൂ പ്രേയേഴ്സ് ഓൺലി വിൽ ഗെറ്റ് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നിരന്തരമായിട്ടുള്ള ഒരു പ്രാർത്ഥന, എൻ്റെ പ്രാർത്ഥന അധികവും ഇങ്ങനെ എന്തെങ്കിലും ജപങ്ങൾ ഉരുവിളുന്ന തലത്തിലല്ല. ഞാൻ അധികവും സാധാരണ ബൈബിൾ വായിക്കുക. ബൈബിളിലെ മിക്കവാറും ആൻസേഴ്സൊക്കെ അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ്ലി ദൈവം സംസാരിച്ച 1-2 ഇൻസിഡൻറ്റ് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അതൊന്ന് പറയാം. അത് ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ,
നമ്മളിങ്ങനെ മിൽമ ഇവിടെ വന്ന് ഇങ്ങനെ ധാരാളമായിട്ട് പാലുൽപാദനം അങ്ങ് കൂടി. ഈ കൂടിയ സമയത്ത് എൻ്റെ ഒരു വലിയൊരു കൺസേൺ എന്തായിരുന്നു, ഈ മിച്ചമുള്ള പാൽ മഴക്കാലത്തൊക്കെ ഞങ്ങൾ പാൽപ്പൊടിയാക്കി മാറ്റും. ആലപ്പുഴയിൽ ഞങ്ങൾക്കൊരു പാൽപ്പൊടി ഫാക്ടറി ഉണ്ട്. പക്ഷേ ഈ പാൽപ്പൊടിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഹോൾഡപ്പ് ആകും തോറും അത്രയും വർക്കിംഗ് ക്യാപിറ്റൽ ബ്ലോക്ക് ചെയ്യുക. കൃഷിക്കാർക്കുള്ള പണം കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഇത് പാൽപ്പൊടിയായിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇത് എൻകാഷ് ചെയ്യപ്പെടണം. എൻകാഷ് ചെയ്യപ്പെടാതെ പാലിങ്ങനെ പാൽപ്പൊടിയായിട്ട് കൂടുന്തോറും നമ്മുടെ മിൽക്ക് വാല്യൂ പേയ്മെൻറ്റ് മുടങ്ങും, അനുദിന കാര്യങ്ങൾക്കുള്ള ഫണ്ടുകൾ കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെയെങ്കിലും നമുക്ക് ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കണമെങ്കിൽ ഒരു ബ്രാൻഡ്, പാൽപ്പൊടി മേഖലയിൽ ഞങ്ങൾക്ക് വലിയൊരു ബ്രാൻഡ് ഇല്ല. കാരണം അങ്ങനെ ബ്രാൻഡ് വേണം, അതിന് മാത്രം പാൽപ്പൊടി വേണം. ഇതിപ്പം കുറച്ച് കാലത്തേക്ക് ഇത്തിരി ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അതിനെ എന്തെങ്കിലും ഒരു ഉൽപ്പന്നമാക്കി മാറ്റി വാല്യൂ അഡീഷൻ കൂടെ നേടുക. കാരണം ഓപ്പൺ മാർക്കറ്റിൽ കിട്ടുന്നതിനെക്കാട്ട് വളരെ വില കൂടിയ പാൽപ്പൊടിയായിരിക്കും ഞങ്ങളുടെ. കാരണം ഇന്ത്യയിൽ ഏറ്റവും അധികം പാൽ വില കൊടുക്കുന്ന ഒരു സ്ഥാപനം മിൽമയാണ്. അപ്പോൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പാൽപ്പൊടിയാക്കുമ്പോൾ ആ പാൽപ്പൊടിക്ക് ഈ ഓപ്പൺ മാർക്കറ്റിലുള്ള പാൽപ്പൊടിയേക്കാളിലൊക്കെ വില കുറവ്. അപ്പം വില കൂടിയ ഒരു പാൽപ്പൊടി അങ്ങനെ തന്നെ വിറ്റഴിക്കാൻ പറ്റില്ല. അതിന് മാത്രം നമ്മുടെ കയ്യിൽ സാധനമില്ല. അതേസമയം വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഇഷ്യൂ ഉണ്ട് താനും. അപ്പോൾ ഇതിനെ ഒരു ഉൽപ്പന്നമാക്കി മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഞങ്ങൾ പാട്ടത്തൈര് ധാരാളമായിട്ട് തമിഴ്നാടൻ തൈര് നമ്മുടെ മാർക്കറ്റിൽ വന്ന് വലിയ വിലയ്ക്ക് വിറ്റഴിയുന്നുണ്ടെന്നുള്ള ഒരു സത്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അങ്ങനെ കേടിൻ്റെ ഒരു ടെക്നോളജി, നമ്മുടെ വീട്ടിൽ തൈരുണ്ടാക്കുന്ന പോലെയല്ല, ഒരു ഫാക്ടറി സെറ്റപ്പിൽ തൈരുണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് ഇറ്റ് ഇൻവോൾവ്സ് സ്ലൈറ്റ്ലി കോംപ്ലക്സ് ആണ്. വി ആർ പ്ലേയിങ് വിത്ത് ബാക്ടീരിയ. അപ്പം ഡെഫിനറ്റ് ബാക്ടീരിയ വേണം, ബാക്ടീരിയൽ കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം, ഹൈലി ഹൈജീനിക്കായിട്ട് അത് കൈകാര്യം ചെയ്യണം. തന്നെയല്ല നിശ്ചിത ഷിഫ്റ്റ് ഷെഡ്യൂളിനനുസരിച്ച് ഈ ബാക്ടീരിയകളുടെ പ്രവർത്തനം നടക്കുന്നു നമുക്ക് എൻഷുർ ചെയ്യണം. നമ്മൾ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോസസ്സ് കഴിഞ്ഞിട്ട് വർക്കേഴ്സിനെ എംപ്ലോയ് ചെയ്യുക, ആ സമയത്ത് തൈര് സെറ്റായിട്ടില്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷേ കേർഡ് മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുന്നതിനെക്കുറിച്ച് ഞങ്ങൾ മാനേജ്മെൻറ്റ് മുമ്പിൽ ഞാനൊരു നിർദ്ദേശം വെച്ചപ്പോൾ അതിനോട് അത്ര വലിയൊരു കാരണം അന്നത്തെ മിൽമ എന്ന് പറയുന്നത് പാല് പ്രോസസ് ചെയ്യാൻ തന്നെ ആവശ്യത്തിന് കപ്പാസിറ്റി ഇല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ഈ പാലും തൈരും കൂടെ ഒരുമിച്ച് കൈകാര്യം ചെയ്താൽ നമുക്കറിയാമല്ലോ വലിയ അപകടമാണ്. അപ്പോൾ അങ്ങനെ ഫെസിലിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ അത്ര ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് വലിയൊരു സപ്പോർട്ടൊന്നും കിട്ടിയില്ല. അതേസമയം ക്രോഡ്സ് ഓഫ് റുപ്പീസിൻ്റെ പാട്ടത്തൈര് നമ്മുടെ മാർക്കറ്റിൽ വന്ന് ചിലവഴിക്കുക, അതിൻ്റെ പണമൊക്കെ സ്വകാര്യ വ്യക്തികൾ മറുനാട്ടിലേക്ക് അടിച്ചുകൊണ്ട് പോയി നമ്മുടെ കർഷകൻ അവന് ലഭ്യമാകുമായിരുന്ന ഒരു വേണ്ടി നഷ്ടപ്പെടുന്നുള്ള വിഷമം കൊണ്ട് ഇത് എങ്ങനെയെങ്കിലും ഇറക്കണമെന്നുള്ളൊരു നിർബന്ധമായി. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ തന്നെ വീട്ടിൽ തൈരുണ്ടാക്കാനും ഇത് ഡയറക്റ്റ്ലി എൻ്റെ വൈഫിൻ്റെ ഒരു പ്രത്യേക താല്പര്യത്തിൽ അത് ഞങ്ങൾ ഒരു ചെറിയ ബ്രാൻഡൊക്കെ ഉണ്ടാക്കി ഇത് മാർക്കറ്റിൽ ഇറക്കാൻ തുടങ്ങി. അപ്പോൾ അതൊരു വലിയ സംസാരമായി മിൽമയിൽ. എങ്ങനെ അന്ന് ഞാൻ ഒരു കണ്ണൂർ ഡയറിയുടെ മാനേജറാണ്. എങ്ങനെ മാനേജർക്ക് ഇങ്ങനെ മറ്റൊരു വ്യാപാരം കൂടെ ചെയ്യാൻ സാധിക്കും? അത് ശരിയല്ലല്ലോ. അതൊരു സംസാര വിഷയം. അപ്പോൾ ഞാൻ മാനേജ്മെൻറ്റിനോട് പറഞ്ഞു, ഇതെനിക്ക് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എയ്തർ മിൽമ ഷുഡ് ഡൂ ദാറ്റ്, അത് അലോ അതേഴ്സ് ടു ഡൂ ദാറ്റ്. ഇങ്ങനൊരു പൊട്ടൻഷ്യലുണ്ട്. അപ്പോൾ വന്ന ചോദ്യം ഇതായിരുന്നു, അത് മിൽമ അത് ചെയ്യുന്നില്ലയോ എന്നുള്ള ഒരു കാര്യം നിങ്ങൾ നോക്കണ്ട. യു ആർ നോട്ട് സപ്പോസ് ടു ഡൂ ദാറ്റ്. വസ്തുത അതൊരു എത്തിക്കൽ ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ ഇതൊരു സങ്കീർണ അവസ്ഥയിൽ ഇത് ഞാൻ മിൽമയെ തുടങ്ങാമെന്ന് പറഞ്ഞാൽ സമ്മതിക്കുന്നില്ല, എന്നെക്കൊണ്ടെടുത്ത് ചെയ്യിപ്പിക്കുന്നുമില്ല. ഇങ്ങനെയുള്ള ഇത് വന്നപ്പോൾ എന്താണ് മേലധികാരിയുടെ ഒരു കറക്റ്റ് ഡയറക്ഷൻ എനിക്ക് വന്നു, യു ഷുഡ് സ്റ്റോപ്പ് ഇറ്റ്. റിട്ടേണായിട്ട് തന്നെ വന്നു. ഞാൻ ഇത് എന്ത് ചെയ്യണമെന്നുള്ളൊരു ഇതായിട്ട് ബൈബിൾ തുറന്ന് എനിക്ക് കിട്ടിയത് പൗലോസ്ലീഹയുടെ ഒരു സുവിശേഷം, ഓരോരുത്തരും തങ്ങളുടെ മേലധികാരികൾക്ക് കീഴ്പ്പെട്ടിരിക്കട്ടെ, എന്തെന്നാൽ അവർക്ക് അധികാരം കിട്ടിയിരിക്കുന്നത് ദൈവത്തിൽ നിന്നാവുന്നു. അതുകൊണ്ട് നെക്സ്റ്റ് ഡേ വി ഡിസൈഡ് വി ആർ ഗോയിങ് ടു സ്റ്റോപ്പ് ഇറ്റ്. അപ്പോൾ കുറച്ച് കാലത്തേക്ക് ആ പ്രോഡക്റ്റ് വി ഹാഡ് വൗണ്ട് അപ്പ്. പക്ഷേ നിരന്തരമായിട്ട് ഞാനിത് സമ്മർദ്ദം ചെലുത്താം മാനേജ്മെൻറ്റ് മുമ്പിൽ. അതായത് ഈ പ്രോഡക്റ്റ് നമുക്കൊരു ഹൈ പൊട്ടൻഷ്യൽ സാധനമാണ്, വേണമെങ്കിൽ ഇതിൻ്റെ സീലിംഗ് മെഷീനും മറ്റ് സെറ്റപ്പും ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് വാട്ട് എവർ ഐ ഹാവ് ഇൻവെസ്റ്റഡ് ഫോർ ഐ ക്യാൻ ഡൊണേറ്റ് ടു മിൽമ. അന്ന് വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയ രീതിയിൽ നമുക്ക് തുടങ്ങാം. അങ്ങനെ നിങ്ങൾ വേണേൽ തുടങ്ങിക്കോളൂ, അതിൻ്റെ ബാക്കി ആളെ ചോദിക്കരുത്, മറ്റ് റിസോഴ്സസ് ഒന്നും ചോദിക്കരുത് എന്നുള്ള ഒരു കണ്ടീഷനിൽ അന്നത്തെ എൻ്റെ മാനേജിങ് ഡയറക്ടർ പുള്ളി അല്പം ഒരു സ്നേഹത്തോടുകൂടിയും എന്നാൽ ഔദ്യോഗികമായിട്ട് അങ്ങോട്ട് വലിയ സപ്പോർട്ടും തരാതെ അങ്ങനെ ഒരു മൗനസമ്മതം തന്നു. അന്ന് ഞങ്ങൾ ചെറിയ രീതിയിൽ തുടങ്ങിയ ആ പ്രോഡക്റ്റ് ഇന്ന് ഈ വർഷത്തെ ടേൺ ഓവർ ഈസ് 75 crores. അതായത് ഒരു വർഷം ഇപ്പോൾ ഏതാണ്ട് 250 ലക്ഷം ലിറ്റർ തൈര് ഞങ്ങൾ വിൽക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ദൈവം എന്നോട് സംസാരിച്ചാണ്, യു ഷുഡ് നോട്ട് ഡു ദിറ്റ്, ലെറ്റ് ഇറ്റ് ബി ഡൺ ത്രൂ മിൽമ എന്നുള്ള ആ ഒരു സിഗ്നൽ. അത് വലിയ
അതുകൊണ്ട് തന്നെ ഈ വർഷം ഞങ്ങളുടെ വാല്യൂ അഡീഷനിലൂടെയാണ് ഞങ്ങളുടെ പ്രോഫിറ്റ് വരുന്നത്. ഈ പ്രോഫിറ്റാണ് ഞങ്ങൾ ഈ കൃഷിക്കാർക്ക് പാൽവില കൂടാതെയുള്ള മറ്റ് സപ്പോർട്ടുകൾ ഉപയോഗിക്കുന്നത്. അവർക്ക് ഇൻഷുറൻസ്, കാലിത്തീറ്റ സബ്സിഡി. അപ്പോൾ ഈ പ്രോഫിറ്റ് ജനറേഷൻ്റെ ഒരു പ്രധാന ഒരു പോർട്ട്ഫോളിയോ എന്ന നിലയ്ക്ക് കേടിനെ ബിൽഡപ്പ് ചെയ്യാൻ സാധിച്ചത് വാസ്തവത്തിൽ ഈ ഒരു ഇടപെടലിലൂടെ. ദൈവം ശരിക്കും അവിടെ സംസാരിച്ചു അല്ലേ നേരിട്ട്? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സെലക്ഷൻ കഴിഞ്ഞ ശേഷം എനിക്ക് മിൽമയിൽ ഉടനെ പ്രോജക്റ്റിലേക്ക് ഉടനെ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ആന്ധ്രയിൽ പോയി ജോയിൻ ചെയ്തൊരു സംഭവം നേരത്തെ പറഞ്ഞു. വാസ്തവത്തിൽ അങ്ങനെ അവിടെ നന്നായിട്ട് ജോലി, നല്ല ശമ്പളമാക്കി സ്ഥിര ജോലി ആയിരിക്കുമ്പോഴായിരുന്നു എനിക്ക് ട്രെയിനി എന്ന നിലയ്ക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. അന്ന് എനിക്ക് ഭയങ്കര എന്ത് തീരുമാനം എടുക്കണം. ഇവിടെ ഇതാ സുരക്ഷിതമായൊരു ജോലി തന്നെയല്ല. ഞാൻ ഇതൊരിക്കൽ ഞാൻ ശാലോമിൽ തന്നെ എഴുതിയിട്ടുള്ളൊരു അനുഭവമാണ് ഈ പറയുന്നത്. അങ്ങനെ ഇരിക്കലെ കേരളത്തിലേക്ക് ഒരു പുതിയ സ്ഥാപനം തുടങ്ങാൻ പോകുന്നു. അതിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു സ്ഥിതി നമുക്കറിയില്ല. ലോവർ സാലറിയിൽ ട്രെയിനിയായിട്ട് പോയിട്ട് ട്രെയിനിങ് സക്സസ്ഫുൾ ആണെങ്കിലേ അവിടെ സെലക്ഷൻ. ഇങ്ങനെയുള്ള അതേസമയം നാട്ടിൽ പോകാം, നാട്ടിൽ വന്ന് സെറ്റിൽ ആകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ആന്ധ്രയിൽ കിടക്കണ്ട. ഇങ്ങനെയുള്ള ഒരു സങ്കീർണാവസ്ഥയിൽ വാസ്തവത്തിൽ പോകുന്നില്ല എന്നുള്ളൊരു തീരുമാനമാണ് ഞാൻ ആദ്യം എടുത്തത്. മാനുഷികമായൊരു തീരുമാനം എന്ന നിലയ്ക്ക് പോകുന്നില്ല എന്ന് വെച്ചാൽ അവിടെ കണ്ടിന്യൂ ചെയ്തു. പക്ഷേ പോകേണ്ട സമയമാകുമ്പോൾ മിഡ് നൈറ്റിൽ ഷിഫ്റ്റിലിരിക്കുന്ന എനിക്ക് പെട്ടെന്ന് തന്നെ പുതിയ സ്ഥലത്തേക്ക് പോകാനൊരു ഉൾവിളി വരികയായിരുന്നു. അപ്പോൾ ഞാൻ ഷിഫ്റ്റിനിടയിൽ നിന്ന് അബ്സ്കോണ്ട് ചെയ്തു. ആ ജോലി അവിടെയുള്ള സ്ഥാപനത്തോടൊന്നും പറയാതെ, ആന്ധ്രയിൽ പോയി ജോലി ചെയ്ത ആ സ്ഥാപനത്തിനോടൊന്നും പറയാതെ രാത്രിയിൽ എൻ്റെ പെട്ടിയൊക്കെ എടുത്തിട്ട് ഞാൻ മദ്രാസിന് പോയി. മദ്രാസിൽ എൻ്റെ അമ്മാവൻ്റെ മകളുടെ ഉണ്ട്. അപ്പോൾ എനിക്ക് ആനന്ദ് വരെ എത്താനുള്ള പണം പോലും എൻ്റെ ഇല്ല. അവിടെ വന്നിട്ട് എന്തെങ്കിലും പൈസ മേടിച്ചിട്ട് 50 രൂപയാണ് എൻ്റെ കയ്യിലുള്ളത് അന്നത്തെ കാലം. അതിൽ 45 രൂപയും ടിക്കറ്റിനായി. 5 രൂപയുമായിട്ട് ഞാൻ മദ്രാസിലെത്തി. പക്ഷേ ഞാൻ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് മനസ്സിലായി അവരുടെ ഈ കാർന്നവൻ്റെ മകളുടെ ഹസ്ബൻഡിന് ടൈഫോയിഡ് പിടിച്ച് നാട്ടിൽ പോയിരിക്കുക. അപ്പോൾ ചുരുക്കത്തിൽ 5 രൂപ സൈക്കിൾ റിക്ഷക്കാരന് കൊടുക്കേണ്ട പൈസയേ ഉള്ളൂ. ഞാൻ 5 രൂപ റീറ്റെയിൻ ചെയ്തത് ഭാഗ്യമായി, ഭക്ഷണം പോലും കഴിക്കാതെ. ആകെയുള്ളത് 5 രൂപ. അതിനെ സഹായിക്കേണ്ട ആരുമില്ല. ഏതായാലും ഞാൻ മുമ്പ് അവിടെ മദ്രാസിൽ വന്നപ്പോൾ എൻ്റെ കാർന്നവൻ്റെ മകൾ മോളിയുടെ ഒരു സുഹൃത്ത്, ഒരു ചേച്ചിയുണ്ട്, ഡെയ്സി എന്ന് പറഞ്ഞാൽ, അവരുടെ വീട്ടിലും പോയത് തുറന്നു. മദ്രാസ് പോർട്ട് ട്രസ്റ്റിൻ്റെ ക്വാർട്ടേഴ്സിലാണ് അവർ താമസിക്കുന്നത്. ഇത്രേ എനിക്ക് അറിയുള്ളൂ. അപ്പോൾ ഈ 5 രൂപ കൊണ്ട് ഞാൻ നേരെ ഒരു സൈക്കിൾ റിക്ഷയൊക്കെ പിടിച്ച് ഇവിടെ പോയി. അതോടുകൂടി ഞാൻ തീർത്തും ദരിദ്രനായി, ഒന്നുമില്ല പൈസ. അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് 10,000 വീടുകളുടെ മാതിരിയുള്ള സമുച്ചയമാണ്. ഈ വീടിൻ്റെ നമ്പർ ഇല്ലാതെ എന്ത് ചെയ്യും? വേറെ നിർത്തിയില്ല. ഓരോ വീടുകളും കയറുക, മുട്ടുക, അതാണോ എന്ന് അന്വേഷിക്കുക. അപ്പോൾ ഇവരുടെ ഈ ഡെയ്സി എന്ന് പറഞ്ഞിട്ട് ആരും അറിയില്ല. കാരണം ഇവരുടെ ഹസ്ബൻഡിന് മദ്രാസ് പോർട്ടസിൽ ജോലി. ഇവരുടെ പേര് പറഞ്ഞിട്ട് ആർക്കും അറിയുന്നില്ല. ഹസ്ബൻഡിൻ്റെ പേര് എനിക്കൊട്ടും അറിയത്തുമില്ല. ഏതായാലും കയറി ഇറങ്ങി അവസാനം നിരാശനായിട്ട് കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞാനിങ്ങനെ പെട്ടി നിലത്ത് വെച്ച് തളർന്ന് ഇങ്ങനെ അങ്ങ് നിലത്ത് കിടക്കുകയാണ്. ക്വാർട്ടേഴ്സിൻ്റെ അടുത്തൊരു സ്ഥലത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു മുരിങ്ങ മരം കണ്ടു. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ഫ്ലാഷ്. അതായത് മുമ്പൊരിക്കലും ഞാൻ ഈ വീട്ടിൽ വന്നപ്പോൾ ഈ മുരിങ്ങ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലോർത്ത് ഈ മദ്രാസിലൊക്കെ മുരിങ്ങയൊക്കെ ഉണ്ടല്ലോ നാട്ടിലെ മാതിരി. അപ്പോൾ എനിക്കൊരു ക്ലിക്ക്, ഈ മുരിങ്ങയ്ക്ക് അടുത്ത് എവിടെയാണ് ഇവരുടെ. അപ്പോൾ അതിന് ചുറ്റോടുള്ള വീടുകളിൽ ഒരു ശ്രമം കൂടെ നടത്താൻ നോക്കി. അങ്ങനെ ആ ചേച്ചിയുടെ വീട് കണ്ടെത്തി. ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അതിലും വലിയ പ്രശ്നം. എന്നെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെ മോളിയുടെ ആൾ മുമ്പൊരിക്കൽ വന്നിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ അവരെനിക്ക് ഭക്ഷണമൊക്കെ തന്നതിന് ശേഷം എനിക്കൊരു 200 രൂപ കടം ചോദിച്ചു. പെട്ടെന്ന് ഇവർക്കൊരു സംശയം, ഇത് വല്ല തട്ടിപ്പ് കേസാണോ? അങ്ങനെ അത്രയും കടം ചിന്തിച്ചിട്ടുണ്ടാകുന്ന വഴിയില്ല. എന്തായാലും പണം ഒരാൾ ചോദിക്കുമ്പോൾ 200 രൂപ എന്ന് വലിയ കാര്യമാണ്. അവരേതായാലും വന്ന് ദൈവത്തോടൊക്കെ പ്രാർത്ഥിച്ച് എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അവർ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട്, അപ്പോൾ ഞാനും പ്രാർത്ഥിക്കുക എനിക്ക് അനുകൂലമായ വിധി വരണേ. അവർ വന്നിച്ച് പറഞ്ഞു, ഇവിടെ പണമില്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കളവ് പറയായിരിക്കും. പക്ഷേ ഇന്ന് എൻ്റെ ആഭരണമൊക്കെ പണയം വെച്ച് എൻ്റെ ഭർത്താവ് കുറച്ച് പണം ഏൽപ്പിക്കും. എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട് പണി നടക്കുകയാണ്. ഈ പണം ഇന്ന് കൂലി കൊടുക്കേണ്ട ദിവസമാണ്. ഈ പണം നിനക്കെടുത്ത് തന്നു കഴിഞ്ഞിട്ട് ഇത് എന്തെങ്കിലും കുഴപ്പമായെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ വെച്ചേക്കത്തില്ല. അത്രയ്ക്കും കഷ്ടപ്പെട്ട് ഞങ്ങൾ വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. ഇത് കടമെടുത്ത പണമാണ്. അതുകൊണ്ട് എങ്കിലും ഞാൻ ഈ പണം തരികയാണ്. അങ്ങനെ ആ ചേച്ചി അന്ന് തന്ന 200 രൂപ കൊണ്ടാണ് ഞാൻ ആനന്ദിൽ പോയി ജോയിൻ ചെയ്തതും. അതല്ലായിരുന്നു, ആ സഹായം അന്ന് അവിടെ കിട്ടിയില്ലായിരുന്നെങ്കിൽ, സത്യമായിട്ട് ആ മുരിങ്ങയും ആ ചേച്ചിയും ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനിന്ന് ഈ പൊസിഷനിൽ തന്നെ വരില്ല. തന്നെയില്ല, നാണം കെട്ട് ഞാൻ വീണ്ടും ആന്ധ്രയിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അവിടുത്തെ ജോലി ഉണ്ടാകുന്നറിയാം. കാരണം ഡ്യൂട്ടിക്കിടയിൽ ഡ്യൂട്ടി അബ്സ്കോണ്ട് ചെയ്ത് പോയ ആളാണ് ഞാൻ.
അപ്പോൾ അതൊരു ജീവിതത്തിൽ ഇവിടെ ആയിരിക്കുന്നതിൻ്റെ പിന്നിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇടപെടൽ വളരെ എപ്പോഴും ഞാൻ സ്മരിക്കുന്ന ഒരു കേസാണ്. എന്നല്ല, ജീവിതത്തിലെ മിക്കവാറും ഒഫീഷ്യലായിട്ടുള്ള എല്ലാ ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിലും എന്തെങ്കിലും രീതിയിലുള്ള ഒരു സൊല്യൂഷനുമായിട്ട് ഒരു 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 അദൃശ്യകാരം എത്തിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു വലിയ ക്രിസ്തു തന്നെയാണെന്ന് വിശ്വസിക്കുന്നത്. അതെ തീർച്ചയായിട്ടും. ബിഹൈൻഡ് ദ സക്സസ് ഓഫ് എവ്രി മാൻ ദർ ഇസ് എ വുമൺ ആൻഡ് എ ഫാമിലി എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് സാറിനെ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി മെമ്പേഴ്സിനെ കാണണമെന്ന് ആഗ്രഹമുണ്ടാവും. ഇത് എൻ്റെ വൈഫ് റീന, ഹൗസ് വൈഫാണ്. മൂത്ത ആൾ നിതിൻ ഓസ്ട്രേലിയയിലാണ്. അവിടെ ഇൻ്റർനാഷണൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവിടെ ജോലിയായി. രണ്ടാമത്തെ ആൾ നെവിൻ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിടെക് മെക്കാനിക്കൽ കഴിഞ്ഞു. അതിനുശേഷം MBA എടുത്തു TAPI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ നിന്ന്. ഇപ്പോൾ അവൻ ബാമർ ആൻഡ് ലോറി എന്ന് പറയുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കമ്പനിയിൽ ഇപ്പോൾ എക്സിക്യൂട്ടീവ് ട്രെയിനി ആയിട്ട് ബോംബെയിൽ ജോയിൻ ചെയ്തിട്ട് 2-3 മാസമായി. ഓക്കെ. സോ ദാറ്റ്സ് യുവർ ഫാമിലി. അതെ മാഡം, സാറിങ്ങനെ പറയായിരുന്നു മാഡത്തിൻ്റെ സപ്പോർട്ട് ഒത്തിരി കൗണ്ട് ചെയ്യുന്നു സാറ്. കാരണം സാറിൻ്റെ നോൺ അവൈലബിലിറ്റി, സാറിൻ്റെ ടൈമിൻ്റെ ഇത്രയും വലിയൊരു ജോലിയിൽ ടൈം ഫാമിലിക്ക് ഫുള്ള് നൽകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നപ്പോൾ ഇത്രയും ജോലി തിരക്കുള്ള ഒരു ഭർത്താവിൻ്റെ ഭാര്യ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഈ ടൈറ്റ് സിറ്റുവേഷൻസ് എങ്ങനെയാണ് മാഡം ഓവർകം ചെയ്തത്? തീർച്ചയായിട്ടും ഞാൻ പിള്ളേരെ ചെറുതായിരുന്നപ്പം ഞാൻ തന്നെയായിരുന്നു അവരുടെ പഠിത്തം നോക്കിയിരുന്നതും. പിന്നെ അദ്ദേഹം ടൂറിലായിരുന്ന സമയത്തൊക്കെ മിക്കവാറും ഞങ്ങൾ തന്നെയായിരിക്കും വീട്ടിലുണ്ടായിരിക്കുക. അപ്പോഴൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ കാര്യത്തിലും. പിന്നെ ഇവരുടെ കാറ്റഗിസം പോലെയുള്ള കാര്യങ്ങൾക്കെല്ലാം കൊണ്ടുപോകുന്നതും എല്ലാം ഞാൻ തന്നെയായിരുന്നു. അങ്ങനെ 12ാം ക്ലാസ് വരെ മൂത്ത മോൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം തന്നെ കൊണ്ടുവന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ടായിരുന്നു. ഒറ്റയ്ക്കായതുകൊണ്ട് അതിനുള്ളൊരു ശക്തി എനിക്ക് കിട്ടി. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ മക്കള് ഡാഡിയെ മിസ് ചെയ്തിട്ടുണ്ടാവില്ലേ ഒരുപാട്? പ്രധാനപ്പെട്ട ചില ഫംഗ്ഷനൊക്കെ വരുമ്പോൾ സ്കൂളിൽ വരുമ്പോൾ മമ്മി മാത്രമേ കൂടെ വന്നിട്ടിരുന്നത്. ടൂറിലോ അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയിരുന്നു? അത് വേറൊരു ഓപ്ഷൻ ഇല്ല എന്നൊരായിരുന്നു. ആദ്യമൊക്കെ കുറച്ച് വിഷമമായിരുന്നു, എല്ലാ സഹപാഠികളുടെയൊക്കെ പാരൻസ് രണ്ടുപേരും വരുമ്പം. പിന്നെ അങ്ങോട്ടൊരു ശീലമായി. പിന്നെ വരുമ്പോൾ അതിനൊരു അത്ഭുതമായി, കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു അത്ഭുതം. പപ്പ ഇത്രയും തിരക്കുള്ളൊരു ജോലിക്കാരനാണെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ടാവും അല്ലേ? കുട്ടികളായിരുന്നപ്പോൾ ഇത്രയും തിരക്കാണ് ഒന്നും മനസ്സിലായില്ലായിരുന്നു. പിന്നെ വളർന്നു വരുമ്പോഴാണ് പപ്പയുടെ ശരിക്കുള്ള ജോലിയുടെ സ്വഭാവം, പപ്പ എത്ര പേരെ മാനേജ് ചെയ്യുന്നു എന്നൊക്കെ മനസ്സിലായപ്പം പിന്നെ ആ ഒരു ഫാക്ടിനോട് ഇതായി. അതുപോലെ സൈനിക് സ്കൂളിലായിരുന്നു, പപ്പയും അമ്മയും അടുത്തില്ലാത്ത അവസ്ഥ, പപ്പ വളരെ തിരക്കുള്ള ഒരു അപ്പച്ചൻ. പക്ഷെ ആ ഒരു കാര്യത്തിൽ പപ്പയ്ക്ക് ഇടയ്ക്ക് തിരുവനന്തപുരത്ത് ടൂർ ഉണ്ടായിരുന്നത് കാരണം കാണാൻ വരുമായിരുന്നു. ഓക്കെ. ബട്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ, ബിക്കോസ് പപ്പ ചെയ്തിരുന്ന ഒരു സോഷ്യൽ റെവല്യൂഷൻ്റെ ഒരു ഭാഗമാണ്. ആ സമയത്ത് നിങ്ങളെപ്പോലെ 3 പേര് ദൈവം പപ്പയ്ക്ക് കൂടെ കൊടുത്തതുകൊണ്ടാണ് പപ്പ അത് സ്ട്രോങ് ആയിട്ട് അത് ചെയ്യാൻ സാധിച്ചത്. ഇന്ന് പലരും ഫേസ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഷെയറിങ് വളരെ ക്രിട്ടിക്കലാണ്. സ്പിരിച്വൽ ആക്ടിവിറ്റീസിലൊക്കെ മാഡം എങ്ങനെയാണ് ഭാഗഭാക്കാവുന്നത്? എൻ്റെ മൂത്ത മോൻ 12ാം ക്ലാസ് വരെ ഇവിടെ ഉണ്ടായിരുന്നത്, എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത്. അതിനുശേഷം ബോംബെയിലേക്ക് പഠിക്കാൻ പോയി. ചെറിയ മോൻ 6ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതലേ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോയി. അതെ, അപ്പം എനിക്ക് പിന്നെ ഇഷ്ടം പോലെ സമയമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ എൻ്റെ സമയം കളയണ്ട, എനിക്കെന്തെങ്കിലും
സോഷ്യലായിട്ട് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ വിൻസെൻ്റ് ഇപ്പോൾ സംഘടനയെ പറ്റി അറിഞ്ഞത്. അപ്പോൾ അതിൽ വനിതാ വിഭാഗം ഉണ്ടെന്നും അന്നേരം എനിക്ക് മനസ്സിലായത്. അപ്പം എനിക്ക് അതിൽ ചേരാൻ താല്പര്യം തോന്നി. ഞാനതിൽ അതിൽ മെമ്പറായി. അപ്പം ആദ്യത്തെ 1-2 വർഷം കഴിഞ്ഞപ്പം തന്നെ എനിക്ക് അതിൻ്റെ പ്രസിഡൻ്റ് ആകാനുള്ള നിയോഗവും ദൈവം എനിക്ക് തന്നു. സാറ് പങ്കുവച്ച കുറേ കാര്യങ്ങൾ നല്ല ഐ ഓപ്പണേഴ്സ് ആയിരുന്നു. ഈ പുതിയ ജനറേഷന് സാറിന് എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? യു സ്റ്റാർട്ട് എൻജോയിങ് യുവർ ഡ്യൂട്ടി. അത് തന്നെ വലിയൊരു ആഹ്ലാദകരമായ അനുഭവമാണ്. അതിൻ്റെ നന്മ ഓട്ടോമാറ്റിക്കായി പ്രസരിച്ചോളും. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇപ്പോൾ ഒരു പ്രിവിലേജ്ഡ് ലോട്ട്സാണ് വാസ്തവത്തിൽ. ഈ സമൂഹത്തിൽ സാമാന്യം നല്ലൊരു ജോലി ഉണ്ടായിരിക്കുക, ആവശ്യത്തിന് വരുമാനം ഉണ്ടായിരിക്കുക, സപ്പോർട്ട് ചെയ്യാൻ ഒരു ഫാമിലി ഉണ്ടായിരിക്കുക എന്നൊക്കെയുള്ള ഈ പ്രിവിലേജസ് ഒക്കെ നമ്മൾക്ക് പ്രത്യേകിച്ച് ഒരു കോംപ്ലിമെൻ്റ് എന്ന പോലെ ദൈവം തരുമ്പോൾ നമ്മളതിന് പ്രത്യുപകാരം ചെയ്യാൻ ബാധ്യതയുണ്ട് എന്ന് നമുക്കൊരു ചിന്ത വേണം. അതായത് ഇതൊക്കെ വെറുതെ ഇങ്ങനെ മറ്റുള്ളവർ കഷ്ടപ്പെട്ട് അനുദിന പ്രശ്നങ്ങളായിട്ട് ഏറ്റുമുട്ടുന്ന പല കാര്യങ്ങളും നമുക്ക് ഗിവൺ എന്ന മട്ടിൽ സൗജന്യമായിട്ട് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും സൗജന്യങ്ങൾ നമ്മൾ ഇത് സമൂഹത്തിൻ്റെ പല പ്രശ്നങ്ങളും കണ്ടറിഞ്ഞ് നമ്മുടേതായ റോൾസ് എന്ന നിലയ്ക്കാണ് നമുക്കതിന് പ്രത്യുപകാരം ചെയ്യാൻ പറ്റുന്നത്. ആരെങ്കിലും വന്ന് നമ്മളോട് ആവശ്യപ്പെട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലാതെ നമ്മൾ തന്നെ അത്തരം കാര്യങ്ങൾ കണ്ടെത്തുകയും ഇതെൻ്റെ ദൗത്യമാണ്, ഇവിടെ എനിക്കൊരു റോൾ പ്ലേ ചെയ്യാനുണ്ട്, ഇനി ഞാനങ്ങനെ പ്ലേ ചെയ്തില്ലെങ്കിൽ ആരും അറിയാനൊന്നും പോകുന്നില്ല, പക്ഷേ അത് നമ്മുടെ മനസാക്ഷിയിൽ നിന്നും അങ്ങനെ ഒരു ശബ്ദം നമുക്ക് കേൾക്കാനാകണം. അങ്ങനെ അതിന് ചെവി കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളതിൽ ട്യൂൺഡാവും. ആ ഒരു ഡയറക്ഷനിലേക്ക് നമ്മുടെ കർമ്മങ്ങളെ കേന്ദ്രീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പം കൂടുതൽ ആഹ്ലാദമാണ്. വെൻ യു ഡു മോർ ആൻഡ് മോർ സച്ച് തിങ്സ് വിച്ച് ആർ ഇൻട്രസ്റ്റിംഗ് ടു യു, അപ്പോൾ അതിലും കൂടുതൽ ആഹ്ലാദം നമുക്ക് വരും, മറ്റുള്ളവർക്കും ആഹ്ലാദം കിട്ടും. എന്തായാലും സാറ് ഷെയർ ചെയ്ത കുറേ കാര്യങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, ഒരുപാട് കൺസ്ട്രക്റ്റീവ് ആയിരുന്നു. ചിന്തകൾ മുതൽ മനുഷ്യരെ മാറ്റിമറിക്കാൻ പറ്റുന്ന സാറൊരു സ്പിയർ ഹെഡ് ടീമിൻ്റെ മെമ്പറായിരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സ്പിയർ ഹെഡിങ് ഈ ഒരു ചർച്ചയിലൂടെ നടന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം. ജീസസ് ദ CEO യിലേക്ക് സാറിൻ്റെ എല്ലാ കോൺട്രിബ്യൂഷൻസിനും താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു.